എല്ലാവർക്കും നമസ്കാരം. സാധാരണ നമ്മൾ റോഡിലൂടെ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ മിക്കവാറും അവിടെ ഇവിടെ എല്ലാം ഒരു കുറേയധികം കാറുകളുടെ ഒരു നീണ്ട നിര കാണാം. നമ്മൾ ഈ ഓരോ കാറിനെയും ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഒന്നെങ്കിൽ ഒരു പ്രായമായ ആൾ ഓടിക്കുന്ന ഒരു സാൻഡ്രോയോ അല്ലെങ്കിൽ ഒരു ആൾട്ടോയോ അങ്ങനത്തെ ഒരു കാറ് ആയിരിക്കും ഇതിൻ്റെ മുന്നിൽ ഈ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ നടുക്കൂടെ മാത്രമേ പോവുള്ളൂ. ഒരുത്തനെ ഒട്ട് മുമ്പിൽ കയറ്റി വിടുകയില്ല. ഇനി ബ്ലോക്ക് ആകാതെ സ്പീഡിൽ പോകാമെന്ന് വെച്ചാൽ അങ്ങനെയൊട്ട് അവർ പോവുകയില്ല. അവരുടെ ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയേ പോകൂ, വേണമെങ്കിൽ സൗകര്യമുണ്ടെങ്കിൽ എൻ്റെ പുറകെ കൂടെ മര്യാദയ്ക്ക് വന്നാൽ മതി എന്ന ഭാവം. ഇനി ഇതല്ലെങ്കിൽ മുമ്പിൽ ഒരു വാഹനം, മിക്കവാറും വനിത ഓടിക്കുന്ന ഒരു വാഹനമായിരിക്കും. ഈ വനിതാ ഡ്രൈവർമാരിൽ ഒരു 75% മെല്ലയെ പോകൂ. കാരണം എന്നാ, ആവശ്യത്തിൽ കൂടുതൽ സുരക്ഷിതം, അമിത ഭയം, ഇതെല്ലാം പ്രധാന കാരണമാണ്. ഈ വനിതാ ഡ്രൈവർമാരിൽ 90%, ഒരു 10% നല്ലപോലെ ഓടിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ 90% റോഡിൻ്റെ നടുക്കൂടെയേ പോവുള്ളൂ. കൃത്യം നടുക്കൂടെ അവർ പോകുന്നത്. കേരളത്തിലുണ്ടാകുന്ന പകുതി ബ്ലോക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പകുതി ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നതും വനിതാ ഡ്രൈവർമാരാണ്. ഇനി ഇരുചക്ര വാഹനം ഓടിക്കുന്ന വനിതകളുടെ ഒരു വിചാരം, റോഡിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു വരയിട്ടിട്ടുണ്ടല്ലോ, ഗ്രാമീണ റോഡുകളുടെ അല്ലെങ്കിൽ മീഡിയം റോഡുകളുടെയൊക്കെ നടുക്കൂടെ ഒരു വരയിട്ടിട്ടുണ്ട്. ഇവർ ധരിക്കുന്നത് ഈ വര സ്കൂട്ടർ ഓടിക്കാനുള്ളതാണ്. സ്കൂട്ടർ ഓടിക്കുന്ന സ്ത്രീകളിൽ ഭൂരിപക്ഷം പേരും ഈ വാഹനം ഓടിക്കാൻ ഭയമുള്ളത് കൊണ്ട് അവർ എപ്പോഴും ഈ റോഡിൽ ഈ വാഹനം ഓടിക്കുമ്പോൾ അതിൻ്റെ ഭയം അവർ കാണിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ വേറൊരു കൂട്ടരോടെ ഉണ്ട് കേട്ടോ. ഈ ഗിയറുള്ള വാഹനം ഓടിക്കാൻ കഴിവില്ലാത്ത പുരുഷന്മാർ അവർ സ്കൂട്ടറുകളുമായിട്ട് ഇറങ്ങും. ഇവരും കേരളത്തിലെ റോഡുകളിൽ ഉണ്ടാക്കുന്ന ഗതാഗതക്കുരുക്ക് ചില്ലറയല്ല എന്നുള്ളതാണ് സത്യം. ബ്ലോക്കിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന്, വഴിയിലെ കുഴികളും അശാസ്ത്രീയ റോഡ് നിർമ്മാണവും. കുഴി കാരണം എറണാകുളം ടൗണിലൊക്കെ നമ്മൾ ചെല്ലുകയാണെങ്കിൽ ടൗണിൽ നിന്ന് ഇച്ചിരി ഉള്ളിലോട്ടുള്ള റോഡുകളിലൊക്കെ കയറിയാൽ ഭയങ്കര ബ്ലോക്കാവും. മഴയും വെള്ളവും കുഴിയും കൂടി ആയി കഴിയുമ്പം കടന്നു പോകാൻ മേല. പിന്നത്തെ ഒരു പ്രധാന ബ്ലോക്കിൻ്റെ കാരണം ഈ അശാസ്ത്രീയമായ കലുങ്ക് നിർമ്മാണമാണ്. കേരളത്തിൽ കലുങ്ക് നിർമ്മിക്കുന്നത് എപ്പോഴാണോ എന്ന് ചോദിച്ചാൽ ജൂലൈ ഓഗസ്റ്റ് അല്ലെങ്കിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് എന്നുള്ളതാണ് സത്യം. എന്നാണെന്നറിയോ, ഇവിടുത്തെ നിർമ്മാണ വകുപ്പ് വിചാരിച്ചിരിക്കുന്നത് പരമാവധി പൊതുജനത്തെ ദ്രോഹിക്കണം. നമുക്ക് ശമ്പളവും പെൻഷനും ഒക്കെ തരുന്ന ഈ വൃത്തികെട്ട ജനം ഈ ചെളി കൂടെ കിടന്ന് നീന്തട്ടെ എന്ന് ചിന്തിച്ചാൽ പല കലുങ്കുകളും മഴക്കാലത്ത് പണിയുന്നത്. നിങ്ങളിപ്പോൾ നോക്കിക്കോ, കേരളത്തിലെ പല സ്ഥലങ്ങളിലും കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം റൂട്ടുകളിലൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഉൾപ്രദേശങ്ങളിലൊക്കെ ഉള്ള റോഡുകളിൽ ധാരാളം കലുങ്കുകൾ ഇന്നലെ മിനിങ്ങാന്നും ഒക്കെ മാന്തി വെച്ചിട്ടുണ്ട്. എന്നാത്തിനാന്ന് ചോദിച്ചാൽ കഷ്ടപ്പെടട്ടെ, അങ്ങോട്ട് പൈസ ഉണ്ടാക്കി തരുന്ന നികുതി തരുന്ന നാറികൾ അവന്മാർ കഷ്ടപ്പെടട്ടെ. ഇതാണ് ഇതിൻ്റെ ഒരു വേറൊരു കാര്യം. ഇനി മറ്റൊന്ന്, ട്രാഫിക് സിഗ്നലുകളുടെ അശാസ്ത്രീയത. പല പ്രധാന ക്രോസിങ്ങുകളിലും മെയിൻ റോഡ് ബ്ലോക്ക് ചെയ്ത് ഈ ബൈ റോഡുകൾക്ക് വന്നു പോകാനുള്ള സമയം കൊടുക്കുന്നത് മെയിൻ റോഡിന് കൊടുക്കുന്ന കൂടുതൽ സമയമാണ് ബൈ റോഡിന് കൊടുക്കുന്നത്. ഈ ബൈ റോഡിൽ വാഹനങ്ങളില്ലെങ്കിലും ഈ ചുവന്ന ലൈറ്റ് ഇങ്ങനെ കത്ത് നിൽക്കുന്നത് കൊണ്ട് മെയിൻ റോഡ് മുഴുവൻ ബ്ലോക്കായി നിൽക്കുക. ഇത് എന്നാ കണ്ടുകൊണ്ടാണോ എന്നാ കണക്കൂട്ടിലാണോ ഇവന്മാർ ഇതൊക്കെ വെച്ചേക്കുന്നതെന്ന് നമുക്ക് അറിയാനേ പല. ഇനി അടുത്തത്, പല ട്രാഫിക് ജംഗ്ഷനുകളിലും മെയിൻ റോഡിലുള്ളതിൽ കൂടുതൽ വാഹനങ്ങൾ വരത്തക്ക വീതിയിൽ ഈ ലൈറ്റുകൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുക. മെയിൻ റോഡിലുള്ള ചുമ്മാ ഇങ്ങനെ നോക്കി നിൽക്കുക. പിന്നത്തെ ഒരു പ്രധാന കാരണം, ഈ JCB, ക്രെയിന് പോലെയുള്ള വാഹനങ്ങൾ മറ്റ് വാഹനങ്ങളെ പരിഗണിക്കാതെ റോഡിൻ്റെ നടുക്കൂടെ ഇങ്ങനെ തുള്ളി 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 മെല്ലെ അങ്ങ് പോവുക. സൗകര്യം ഉണ്ടെങ്കിൽ പോയച്ചാൽ മതി എന്നുള്ള രീതിയിലാണ്. കാരണം അവൻ റോഡിന് നടുക്കൂടെ പോവുള്ളൂ. JCB ആണെങ്കിൽ അതിൻ്റെ പുറകിലോട്ടും ചെല്ലാൻ മേല, അതിൻ്റെ സൈഡിലോട്ടും ചെല്ലാൻ മേല, അതിൻ്റെ മുന്നിലോട്ടും ചെല്ലാൻ മേല. ഇനി അവനോട് വല്ലതും പറഞ്ഞാൽ അവൻ വല്ല MDMA അടിച്ചിട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയമാണ്, തോണ്ടി ദൂരോട്ടും കളയും. ഈ ക്രെയിൻകാർക്കും ഇങ്ങനൊരു സുഖമുണ്ട്, അവന്മാരെന്ത് ചെയ്താൽ സൈഡ് കൊടുക്കില്ല. ഇനി ഭാരവാഹനങ്ങളുടെ റോഡിൻ്റെ നടുക്കൂടെയുള്ള യാത്ര, ഒരു ഉച്ച കഴിഞ്ഞൊരു 3 മണി 4 മണി കഴിഞ്ഞാൽ ഈ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളുടെയൊക്കെ ഗ്രാമീണ റോഡുകളിൽ കൂടെ തടിലോറികളുടെ യാത്രയാണ്. ഈ തടിലോറി ന്യായമായിട്ടും 10 ടണ്ണ് പെർമിറ്റുള്ള ലോറിയാണ്. ഇവത്തേലോട്ട് 25-26 ടണ്ണ് കയറ്റുമ്പം റോഡിലെ ചെരിവ് പോലും ലോറി ഓടിക്കാൻ പാടാം, ലോറി മറിയും.
അപ്പോൾ അതുകൊണ്ട് റോഡിൻ്റെ നടുക്കൂടെ ഇവർ പോകുള്ളൂ. റോഡിന് ഇങ്ങനെ ഒരു ഗ്രേഡിയൻ്റ് ഉണ്ടല്ലോ, മൊത്തത്തിൽ ഇങ്ങനെ ഒരു വളവുണ്ട്. ഈ വളവിൻ്റെ ഒരു സൈഡിൽ കൂടെ പോയാൽ വണ്ടി ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കും. അതുകൊണ്ട് ഇവന്മാർ നടുക്കൂടെ പോകുള്ളൂ. ഇതൊക്കെ റോഡിൽ ബ്ലോക്കുകൾ ഉണ്ടാകാനുള്ള കാരണമാണ്. ഇതിലെല്ലാം പ്രധാനമാണ് ഞാൻ ആദ്യം പറഞ്ഞ പ്രായമായ പുരുഷന്മാരുടെയും വനിതകളുടെയും റോഡിലെ അഭ്യാസം. എല്ലാവരും അല്ല കേട്ടോ, നല്ലൊരു ശതമാനവും. വാഹനം ഓടിക്കുന്ന ഏതൊരാളും ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ചിന്തിച്ചാൽ മാത്രം പോരാ, ചിന്തിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് മാന്യമായി പെരുമാറേണ്ട കാര്യങ്ങൾ. ഒന്ന്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ നോക്കിയാൽ ഏതാണ്ട് 600 കിലോമീറ്ററോളം ദൂരമുണ്ട്. അത് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ ഈ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കും ഒക്കെ പോകുന്ന, അല്ലെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും ഒക്കെ വരുന്ന ധാരാളം ബസ്സുകളുണ്ട്. സാധാരണഗതി നിർത്താതെ ഓടിച്ചാൽ 1 മണിക്കൂറിൽ നമുക്ക് കടന്നു പോകാൻ പറ്റുന്നത് മാക്സിമം 40 കിലോമീറ്റർ ദൂരമാണ്. ബ്ലോക്കുകൾ വന്നാൽ ആ കിലോമീറ്റർ പിന്നെയും കുറയും. അങ്ങനെ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു KSRTC ബസ് കാസർഗോഡ് എത്താൻ നിർത്താതെ ഓടിച്ചു പോയാൽ പോലും ഒരു 15 മണിക്കൂർ യാത്ര ചെയ്യണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ 15 മണിക്കൂർ ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ മാനസിക ശാരീരിക അവസ്ഥ ഈ വഴിയിൽ നിൽക്കുന്ന മറ്റ് ഡ്രൈവർമാരും കൂടെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഞാനൊരിക്കലും കോഴിക്കോട് നിന്ന് ഉച്ച കഴിഞ്ഞ് 2:30 ആയപ്പോൾ ഒരു ബസ്സിൽ കയറി പാലായിക്ക് ടിക്കറ്റ് എടുത്തു. സൂപ്പർ ഫാസ്റ്റാണ്. ഈ സൂപ്പർ ഫാസ്റ്റ് പാലായി വന്നത് പിറ്റേ ദിവസം നേരം വെളുത്ത് 6 മണിയായപ്പം. ആദ്യമൊക്കെ ഞാൻ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വണ്ടി വിട്ടപ്പം വണ്ടിയിലിരുന്ന് വണ്ടിയുടെ സൈഡൊക്കെ കണ്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കി, യാത്രയൊക്കെ ആസ്വദിച്ചു. പിന്നെ കുറച്ച് നേരം മൊബൈലിൽ പണിതു, പിന്നെ കുറച്ച് നേരം ചാരിയിരുന്നു, പിന്നെ കുറച്ച് നേരം അലസമായിരുന്നു. കുറച്ച് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങി. പക്ഷേ ഇങ്ങനെയെല്ലാം കഴിഞ്ഞ് ഒരു തരത്തിൽ മടുത്തു വലഞ്ഞ് പാലായി വന്നപ്പോൾ നേരം വെളുക്കാറായി. 6 മണിയായി, നേരം വെളുത്ത് 6 മണിയായി. അപ്പം മനസ്സിലാകുന്നത് ഈ ഡ്രൈവർ ഉച്ച കഴിഞ്ഞ് 2 മണി തൊട്ട് വെളുപ്പിനെ 6 മണി വരെ നിരന്തരം ഓടിച്ചുകൊണ്ടിരിക്കുക. അയാൾക്ക് മൊബൈൽ നോക്കിയിരിക്കാൻ പറ്റിയല്ല, അയാൾക്ക് അലക്ഷ്യമായിട്ടിരിക്കാൻ പറ്റിയല്ല, അയാൾക്ക് റോഡിലെ ഓരോ കുഴിയും നോക്കിയിരിക്കണം. ഇങ്ങനെ ഓടിക്കുന്ന വാഹനങ്ങളുടെ മുമ്പിലോട്ടാണ് ഈ സ്കൂട്ടറുമായിട്ടും ഈ കാറുമായിട്ടും ഇങ്ങനെ വിലങ്ങി ഓരോരുത്തർ കയറി വരുന്നത്. അങ്ങനെയുള്ളൊരു പ്രത്യേകം ഒന്ന് ചിന്തിക്കണം. ഇത് ഒരു ബസ്സുകാരൻ്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലോറിക്കാർ പ്രത്യേകിച്ച് നാഷണൽ പെർമിറ്റ് ഇതിൻ്റെ 4 ഇരട്ടി ദൂരമാണ് ദിവസം ഓടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് അങ്ങോട്ട് ഉത്തർപ്രദേശിനും അല്ല അതിനപ്പുറത്തോട്ടും ഡൽഹിക്കും ഒക്കെ പോകുന്ന വാഹനമുണ്ട്. ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരുന്നവരുടെ മാനസികാവസ്ഥയും കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം, വഴിയിൽ വണ്ടി ഓടിക്കുന്നവർ. ഇനി ഇതാണ് ഇങ്ങനെയുള്ളവരുടെ അവസ്ഥയെങ്കിൽ ടൂറിസ്റ്റ് ബസ്സുകൾ, ടാക്സി കാറുകൾ ഒക്കെ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കണം. ഇനി ബിസിനസ്സുകാരുടെ വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ അവസ്ഥയും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഇവരുടെയൊക്കെ മുമ്പിൽ കിടന്നിട്ടാണ് ഈ തൈക്കളവന്മാരും ഈ ലേഡീസും ഒക്കെ ഭൂരിഭാഗവും വഴി കിടന്ന് ഈ അഭ്യാസം കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവർ സാമൂഹ്യ ദ്രോഹികളാണെന്ന് പറയാം. അതുപോലെ തന്നെ ഒരു പുതിയ സൂക്കടി അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ പകലും അല്ലെങ്കിൽ ദിവസം മുഴുവൻ കടിപിടി കൂടിയിട്ട് അവർ ജസ്റ്റ് ഒരു ഡ്രൈവിങ്ങിന് ഇറങ്ങും. ഇപ്പോൾ അതൊരു പുതിയ സംസ്കാരമാണ്. അവർക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. ഇന്ന സമയത്ത് വീട്ടിൽ ചെല്ലണമെന്നില്ല, ഇന്ന സമയത്ത് തിരിച്ചു ചെല്ലണമെന്നില്ല, എവിടം വരെ പോകണമെന്നില്ല. ഇവർ വളരെ മെല്ലെ റോഡിൻ്റെ നടുക്കൂടെ സകല ട്രാഫിക് നിയമങ്ങളും അനുസരിച്ച് ശാന്തമായി വണ്ടി ഓടിക്കും. പുറകെ വരുന്ന സകല വണ്ടികളും ബ്ലോക്കാവും. സത്യം പറഞ്ഞാൽ ചെബുക്കുറ്റി അടിച്ച് പറിക്കാൻ തോന്നും. മാറിക്കൊടുക്കല. ഇവർ വീട്ടിൽ കിടന്ന് ഉണ്ടാക്കി വെച്ച കലഹത്തിൻ്റെ ബാക്കി നാട്ടുകാരൻ്റെ മുതുകത്തോട്ട് തീർക്കുക. ഇതിൻ്റെ പേരാണ് ഇപ്പോൾ പറയുന്നത് ജസ്റ്റ് ഡ്രൈവിങ്. മാനസിക സംഘർഷം കുറയ്ക്കാൻ വെറുതെ വഴിയിലോട്ട് ഇറങ്ങുക. പക്ഷേ പുറകെ വരുന്നത് മിക്കവാറും 500 കിലോമീറ്റർ പോകേണ്ട ലോറിക്കാരനോ ബസ്സുകാരനോ ഒക്കെ ആണെങ്കിൽ അവൻ കയറി ഇറങ്ങിയിട്ട് പോകും. ഒരു ഉദാഹരണം പറയാം. ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞതാണ്. അദ്ദേഹം ഇവിടെ നിന്ന് കണ്ണൂരിന് പോയി. അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ മുമ്പിൽ ഇതുപോലെ ഒരു മനുഷ്യൻ എല്ലാ സ്ഥലത്തും വളരെ ശാന്തമായിട്ട് പോയി എല്ലാ സ്റ്റോപ്പിലും നിർത്തി. എന്നിട്ടിങ്ങനെ ഓരോ വഴി സൈഡിൽ നിന്നവരെല്ലാം കടത്തി വിട്ടു. സൈഡിൽ നിന്ന് വന്ന വണ്ടിയെല്ലാം കടത്തി. അപ്പോൾ ഈ കാറിൻ്റെ തൊട്ടു പുറകിൽ ഒരു ലോറി നിൽപ്പുണ്ട്, നാഷണൽ പെർമിറ്റ് ലോറി. എന്നാളും കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പടക്കമെന്നൊരു ഒച്ച കേട്ട് നോക്കിയപ്പോൾ എന്നാ ഈ ലോറിക്കാരൻ ചെന്ന് ഈ കാറിൻ്റെ പണ്ടത്തിലോട്ട് കയറി. ന്യായം പരുക്ക് അതിന് കിട്ടി. അപ്പോൾ എൻ്റെ സ്നേഹിതനൊക്കെ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പം ലോറിക്കാരനെ കാറുകാരൻ തെറി വിളിച്ചു, ഇംഗ്ലീഷിൽ തന്നെ തെറി വിളിച്ചു. ലോറിക്കാരൻ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പം നമ്മുടെ സ്നേഹിതനെയൊക്കെ ഒന്ന് കണ്ണിറക്കി കാണിച്ചിട്ട് പറഞ്ഞു, ഇനി ഈ നാറിയുടെ ശല്യം 6 മാസത്തേനെ ഉണ്ടാകുകയില്ല, ഇത് പണിതുകൊണ്ട് വന്നിട്ടല്ലേ ഇനി കുഴപ്പമുണ്ടാക്കുള്ളൂ എന്ന്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ ദീർഘയാത്ര ചെയ്യുന്ന വാഹനങ്ങൾ റോഡിലൂടെ ധാരാളം പോകുന്നുണ്ട്. അത്തരം വാഹനങ്ങൾ ചെറുതായാലും വലുതായാലും അതിനെ അറിഞ്ഞാണേലും അറിയാതെയാണേലും തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് ചില്ലറ ദ്രോഹമല്ല. ഇനി വേറൊരു കാര്യങ്ങളുണ്ട്. ചില വലിയ പുള്ളികളുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് വലിയ ജോലിക്കാരോ
ഒക്കെ ആയിരിക്കും. പക്ഷേ നേരത്തെ വീട്ടിൽ ചെന്ന് അടുക്കളപ്പണി ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് പരമാവധി വഴി കിടന്നങ്ങ് നിരങ്ങും. നേരത്തെ എന്നാൽ ചിലപ്പോൾ മത്തി വെട്ടേണ്ടി വരും, അയല വെട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു പരമാവധി വഴി കിടന്നങ്ങ് നിരങ്ങും. ഇത് സത്യം പറഞ്ഞ ആരാ ഇതിൻ്റെ പാര നാട്ടുകാർക്ക്. അതുകൊണ്ട് നല്ലൊരു ഡ്രൈവിംഗ് സമ്പ്രദായം ഉണ്ടാകേണ്ടത് നാടിൻ്റെ പുരോഗതിക്ക് അത്യാവശ്യമാണ്. അതിന് ഈ ക്ലച്ചും ഗിയറും ഇല്ലാത്ത വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുന്ന പുരുഷന്മാർക്കും അതിന് അങ്ങനെ വരുന്ന സ്ത്രീകൾക്കും ആദ്യം കൊടുക്കുന്ന ലൈസൻസ് ഞാൻ പറയുന്നത് ഒരു 6 മാസത്തേക്ക് ഒരു ടെമ്പററി ലൈസൻസ് കൊടുക്കണം. ഇവരെ 6 മാസം കഴിഞ്ഞ് ഇവരെ റോഡിൽ ഓടിപ്പിച്ച് നോക്കിയിട്ട് ഇവർക്ക് മാന്യമായി ഓടിക്കാൻ അറിയുന്നെങ്കിൽ മാത്രമേ സ്ഥിര ലൈസൻസ് കൊടുക്കാവുള്ളൂ. ഈ ആദ്യത്തെ ടെസ്റ്റിന് തന്നെ റോഡിൽ ഓടിപ്പിച്ച് നല്ല രീതിയിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഓടിക്കുന്ന ആളുകൾക്ക് മാത്രമേ സ്ഥിര ലൈസൻസ് കൊടുക്കാവുള്ളൂ. അതുപോലെ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാനുള്ളത്, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുമ്പോൾ അത് റോഡിൽ നല്ല ടെസ്റ്റ് നടത്തിയിട്ട് മാത്രമേ പുതുക്കി നൽകാവൂ എന്നൊരു അഭിപ്രായം കൂടെ പറയാനുണ്ട്. അതിന് TCS പോലെയുള്ള സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് വൃത്തിയായിട്ട് അവർ നടത്തിക്കോളും. നമ്മുടെ MVD ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കുമ്പോഴാണ് ഇതിനകത്ത് വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടക്കുന്നത്. ഇതൊക്കെ ചെയ്യേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഭൂമി ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ, അല്ലെങ്കിൽ കേരളം ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ കേരളത്തിൽ 1 ഇഞ്ച് ഭൂമി കൊടുത്തില്ല. സംസ്ഥാനത്തിൻ്റെ ഒടുക്കത്തെ കടം കാരണം പുതിയ റോഡുകൾ ഉണ്ടാകുന്നില്ല. ജനത്തിന് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്നുമുണ്ട്. വാഹനങ്ങൾ അതികൂടുതലും വർദ്ധിക്കുന്നു, റോഡുകൾ ഒട്ടും വർദ്ധിക്കുന്നില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു നാടിൻ്റെ വികസനത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് എല്ലാ റോഡുകളും റോഡിലെ യാത്രകളും എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഇല്ലാത്ത യാത്രകൾ. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും ഒന്നും ഇന്നത്തെ സാഹചര്യത്തിൽ ഇതൊന്നും നന്നാക്കാനും ഒന്നും സാധ്യതയില്ല. അപ്പോൾ പൊതുജനമെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി അത്രയും ബ്ലോക്ക് ഒഴിവാക്കുകയും അത്രയും അന്തരീക്ഷ മലിനീകരണം ഒഴിവാകും, അത്രയും ഇന്ധനച്ചെലവ് ഒഴിവാകും, അത്രയും നഷ്ടം ഒഴിവാക്കി അതിനനുസരിച്ചുള്ള ലാഭം ഉണ്ടാക്കാൻ കഴിയും. ഈ കാര്യങ്ങൾ യഥാർത്ഥമായി അല്ലെങ്കിൽ വളരെ കൃത്യമായി മനസ്സിലാക്കി റോഡുകളിൽ മാന്യമായി പെരുമാറണം എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ 2 വീലർ ഓടിക്കുന്ന സ്ത്രീകൾ വിചാരിക്കുന്നത് ആ സ്കൂട്ടറിൻ്റെ എൻജിൻ മിക്കവാറും ഒക്കെ അവരുടെ കാലാണെന്നാണ്. കാരണം കണ്ടിട്ടില്ല, വഴി കിടന്ന് ഈ കാലുകൊണ്ട് തുഴയുന്നത്. ഇതങ്ങോട്ട് കൈ കൊടുത്തങ്ങ് റോഡിൽ നിന്ന് മാറിയാൽ സുഖമായിട്ട് അങ്ങോട്ട് പോകും. പക്ഷേ അവർ ധരിക്കുന്നത് അവരുടെ കാലാണ് അതിൻ്റെ എൻജിൻ എന്ന ചില സമയത്തെങ്കിലും. അതുപോലെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരോട് പറയട്ടെ, നിങ്ങൾ ദയവ് ചെയ്ത് പെണ്ണുങ്ങളുടെ പല്ലുളി കണ്ടോ, അവരുടെ കണ്ണുനീര് കണ്ടോ, അവരുടെ മനോഭാവം കണ്ടോ, യോഗ്യതയില്ലാത്തവർക്ക് ടെസ്റ്റ് പാസ്സാക്കി കൊടുത്ത് ലൈസൻസ് കൊടുത്ത് അവരെ പൊതുവഴിയിലോട്ട് വിട്ട് പൊതുജനത്തിന് ദ്രോഹം ഉണ്ടാക്കരുതെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.